ആർട്ടോലോഗ് എന്ന ചാനൽ ആർട്ട് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു ചാനലാണ്. ആർട്ടോലോഗിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. കൂടാതെ ബെല്ലൈക്കോൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Artolog. Me PG Dinesh, I am fine artist. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്ക്രിബ്ലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു പോർട്രേറ്റ് ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ക്രിബ്ലിംഗ് ടെക്നിക്കിൻ്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ഞാനിവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത് സ്ക്രിബ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പോർട്രേറ്റ് ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യമായിട്ട് എന്താണ് സ്ക്രിബ്ലിംഗ്? സ്ക്രിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ അനായാസേന ചെയ്യുന്ന ഇത്തരം രേഖകളെയാണ് നമ്മൾ സ്ക്രിബ്ലിംഗ് എന്ന് പൊതുവെ പറയുന്നത്. ഇത്തരം സ്ക്രിബ്ലിംഗ് രീതികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂവിങ് ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ സ്റ്റില്ലായിട്ടുള്ള ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് വരയ്ക്കുമ്പോഴോ വളരെ ക്വിക്കായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് ഇത്തരം രീതി കൊണ്ട് നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ക്രിബ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉരുണ്ട വസ്തുക്കളെ എങ്ങനെയാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലൂസ് ഡ്രോയിങ് ചെയ്യുകയാണ്. ഒരു വൃത്തം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ നമുക്ക് വൃത്തമായിട്ട് തോന്നുന്ന ഭാഗം അവിടെ നമ്മൾ നിർത്തുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഉരുണ്ട വസ്തുവിൻ്റെ ഒരു ലൂസ് ഡ്രോയിങ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ക്രിബ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ലൈറ്റ് വരുന്ന ഭാഗം, ഈ ഭാഗം ഹൈലൈറ്റ് ആവും. ഇത്രയും ഭാഗം ഒരു മിഡിലായിട്ടുള്ള ടോണായിരിക്കും. ഈ ഭാഗത്തായിരിക്കും ഏറ്റവും ഡാർക്കസ്റ്റ് ടോൺ. അപ്പോൾ നമുക്ക് സ്ക്രിബ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രിബ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പുള്ള അല്ലെങ്കിൽ ബോൾ ഷേപ്പുള്ള
നമ്മളൊരു സ്റ്റിൽ ലൈഫ് വരച്ചുണ്ടാക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടോണൽ വാല്യൂ കാണുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക്. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഏരിയയിൽ വളരെ പേനയുടെ വരയ്ക്കുമ്പോഴുള്ള പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. നമുക്ക് 4 ടോൺ കൊണ്ടുവരാം, അല്ലെങ്കിൽ 6 ടോൺ കൊണ്ടുവരാം, അതുപോലെ തന്നെ 7 കൊണ്ടുവരാം, 8 കൊണ്ടുവരാം. അത് വരയ്ക്കുന്ന ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഷെയ്ഡിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ടോണിൻ്റെ അടുത്ത ഒരു ടോണൽ ഷെയ്ഡാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് കിട്ടി. ഇനി അതിൻ്റെ തേർഡ് സ്റ്റേജ്. ഓക്കെ, ഇനി ഫോർത്ത് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ തികച്ചും ഡാർക്കർ ടോണാണ്. ഓക്കെ, ഇങ്ങനെയാണ് 1 2 3 4. ഈ 4 ടോണാണ് ബേസിക്കായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന ടോൺ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എത്ര ടോൺ വേണമെങ്കിൽ വരയ്ക്കുമ്പോൾ കൊണ്ടുവരാവുന്നതാണ്. ഇനി നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോർട്രേറ്റ് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് പോർട്രേറ്റ് ലൂസ് ഡ്രോയിങ്ങിൽ തയ്യാറാക്കും. അങ്ങനെ നമ്മളുടെ ലൂസ് ഡ്രോയിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്രിബ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് ആരംഭിക്കാം.